അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഒന്ന് ചിന്തിച്ച് നോക്കി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓടി നടന്ന നമ്മുടെ നേതാക്കന്മാർ ഇപ്പം എന്ത് ചെയ്യായിരിക്കും? ഒന്ന് കണ്ടു നോക്കിയാലോ. എന്തൊക്കെയായിരുന്നു, തീയും പുകയും. എടോ, ഈ കട്ടൻ ചായ മാത്രമേ ഉള്ളൂ, ഒരു പരിപ്പൊടിയും കൂടി തന്നൂടെ? ലോജിക്കറിയാത്ത. എടോ, ഇലക്ഷൻ കഴിഞ്ഞാലും നിങ്ങൾ ഓടി നടക്കടോ. എവിടുന്നെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് ന്യൂസ് കണ്ടെത്തി ആ ചാനലിന് കൊടുക്കുന്നത് കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കടോ. ഇവന്മാരെ കൊണ്ട്. ഹലോ, 100 എന്ന് പറഞ്ഞാൽ 100 അടിച്ചിരിക്കും. 100 വെറുതെ പറഞ്ഞതല്ല, കണക്ക് പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. 100 കുറഞ്ഞു പോയിട്ടൊന്നുമില്ല, കൂടി പോയിട്ടുമില്ല. 100 അടിച്ചിരിക്കും. സെഞ്ചുറി അടിക്കും. സഞ്ജു അടിച്ചില്ലെങ്കിലും ഞങ്ങൾ അടിക്കും. ഹലോ മാഡം, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മാഡത്തിന് സമാധാനമായല്ല? മാഡം എന്ത് വർത്താനം പറഞ്ഞത്? ഒരു സ്വീറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവുമോ? എന്താണോ ചക്ക തന്നെയാണ് അത് തന്നെയാണ് ചക്ക എന്നൊക്കെ പറഞ്ഞില്ലേ? ട്രോളി ഒരു പരിവാക്കി. ശരി, പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, സമ്മതിച്ച്. അപ്പോൾ ഇതോ, Voting is also under sun. Election work is also under sun. So sun is really പൊന്നു മാഡം, ലാലേൻ്റെ ആ പടം ഒന്ന് കണ്ടോ, അത് നല്ലതായിരിക്കും. ഏത് പടമെന്നോ? Kilometers and kilometers. In these days of degenerating decencies, of Miami Beach to Washington, when diplomacy and geography become interchangeable from complicated America to America. ഹലോ, ബാഡ്മിൻ്റൺ കോച്ചല്ലേ സാറേ? നമ്മുടെ ഒരു പയ്യനും ബാഡ്മിൻ്റൺ പഠിപ്പിക്കാൻ പറ്റുമോ? ഷോ കാണിക്കാൻ വേണ്ടി ബാഡ്മിൻ്റൺ ഒന്നും വീശില്ല, പക്ഷെ ഒരു അടി പോലും കൊണ്ടില്ല. കൊള്ളാത്തതുകൊണ്ടേ ഇപ്പോൾ അത് വൈറലായിരിക്കേ. നല്ല വൈറലല്ല, ചീത്ത വൈറലായി പോയത്. ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് അടുത്ത ഇലക്ഷനിൽ കാണിക്കാൻ വേണ്ടിയാ. അതെ, അടുത്ത തയ്യാറെടുപ്പാണ് അവരുടെ. ഇനി അടുത്തത് എന്ത്? നമുക്കും കാത്തിരിക്കാന്നേ. ഇനി റിസൾട്ട് വരാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സെഞ്ചുറി അടിക്കോ, ഡബിൾ സെഞ്ചുറി അടിക്കോ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പരിപാടിയാണോ? നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും തിരഞ്ഞെടുക്കപ്പെടുന്നവർ ജനത്തിന് വേണ്ടി നിൽക്കുക എന്ന് തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനിയുള്ള 5 വർഷം കേരളം സ്വർഗതുല്യമായിരിക്കും. അല്ലാതെ പോക്കറ്റ് വീർപ്പിക്കാനാണെങ്കിൽ ഈ കേരളം ഉറപ്പായിട്ടും ഒരു നാശത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, ക്ഷാമത്തിൻ്റെ വക്കിലോട്ടായിരിക്കും പോകാൻ പോകുന്നത്.